Okay, 1, 2, 3, rolling. Hi, ഞാൻ ദേവുവിനെ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റ് നടക്കുകയായിരുന്നു ആയുഷിൻ്റെ. അപ്പം ദേവു സ്റ്റേജിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. ഒരു ഓറഞ്ച് ടോപ്പ് ഒരു ബ്ലൂ ഷോൾ ഇട്ടുണ്ട്. അപ്പം തന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ല കുട്ടി ആ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് എങ്ങനെ നമ്പർ വാങ്ങിക്കാം എന്നുള്ളൊരു ആലോചനയായിരുന്നു. എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് നമ്പർ സെറ്റായി, നമ്പർ കിട്ടി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് മെസ്സേജ് അയച്ച് സംസാരിച്ച് തുടങ്ങിയതാണ്. ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് എന്തായി ഞാൻ പറഞ്ഞതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു. അപ്പോഴത്തെ കുട്ടി ആരും പറഞ്ഞു എന്തായിരുന്നു ശരിക്കത്? തൃശ്ശൂർ വന്നാലേ മറുപടി എടുത്തോളൂ എന്ന് പറഞ്ഞു. ബസ് പിടിച്ച് ഞാൻ വടക്കേ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല ബസ്സിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കായിരുന്നു. ദേവ് ഫ്രണ്ടിലായിരുന്നു, ഞാൻ ബാക്കിലായിരുന്നു. ഓക്കെ, ഞാൻ പിന്നെ ലാസ്റ്റ് ബാക്ക് കിടന്ന് ഉറങ്ങി. വെറുതെ അവിടം വരെ തൃശ്ശൂർ വരെ വന്നു. പക്ഷെ എന്നിട്ട് അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ കുളപ്പള്ളി ഇറങ്ങിയിട്ട് കുളപ്പള്ളിയിൽ നടന്ന് കോളേജിൻ്റെ വാതിക്ക് എത്തിയപ്പോഴത്തേക്കാണ് ടു ദ പോയിന്റ് എത്തിയത്. എന്താണ്, ഇഷ്ടമാണോ ഇല്ലയോ ഒന്നും വേണ്ടിയിട്ടില്ല. വീണ്ടും സംസാരിച്ച് ലാസ്റ്റ് ഞങ്ങൾ കറങ്ങാനൊക്കെ പോയി. ഇതൊന്നും അറ്റ് ദ ടൈം കോളേജ് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ സീക്രട്ടാക്കി ഇങ്ങനെ വെച്ച് കൊണ്ടുപോയായിരുന്നു. ലാസ്റ്റ് എല്ലാം ഒരു കുറേ കാരണങ്ങൾ മൂലം ഫ്ലാഷായി. പിന്നെ പെട്ടെന്ന് ദേവുവിൻ്റെ വീട്ടിൽ ദേവു കാര്യം അവതരിപ്പിച്ച് പെട്ടെന്ന് തന്നെയായിരുന്നു. ഒരു ദിവസം ദേവു വീട്ടിൽ കാര്യം പറഞ്ഞ് അടുത്ത ദിവസം ദേവുവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വിളിക്കേണ്ടി വന്നു. ഞാൻ ദേവൻ്റെ വീട്ടിൽ വിളിച്ച് അച്ഛനോടും അമ്മയോടും കാര്യം സംസാരിച്ച് ദേവൻ്റെ വീട്ടിൽ അടുത്ത ദിവസം ഓക്കെ സമ്മതിച്ച്. അങ്ങനെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു സമാധാനം. മിഴികൾ
ഞാനും അമ്മയും നോക്കുന്നുണ്ടാവുള്ളൂ, മിണ്ടാനും പറയുന്ന ഇത്രയ്ക്കുള്ള കാര്യങ്ങളുണ്ടാവുള്ളൂ. തല്ലുകൂടുന്ന ആളാണ് ഞാനും ചേച്ചിമാർ എഴുതുന്നുള്ളൂ. പോയി കഴിഞ്ഞാൽ 2 ചേച്ചിമാരില്ല, ഞാനും അമ്മ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. ഒരു ചോരയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ പറ്റിച്ചിട്ടുണ്ട്. നമ്മളൊരു ചോരയാണ്, അപ്പൊ ഞാൻ കഴിക്കും, നമ്മൾക്ക് കഴിക്കാം, ബാക്കിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറ്റിക്കാറുണ്ട്. പിന്നെ നല്ലോണം തല്ലുകൂടും, പിന്നെ ഒക്കെ എൻ്റെ യൂസേജ് നമുക്ക് കിട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കാലത്ത് അടിയൊക്കെ കൂടാറുണ്ട്. പിന്നെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ 2 ആൺപിള്ളേരാ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ അനിയത്തിയാണ് ദൈവം. അവിടെ പല്ലിയും സ്വന്തം അനിയത്തി തന്നെയാണ്. അവർക്ക് നല്ല വിവാഹ മംഗളാശംസകൾ നേരുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു ഇന്നലെ. അവർ രണ്ടുപേരും കല്യാണം പറഞ്ഞാൽ നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ളൊരു ഒപ്പം ഒക്കെ കൂടുതൽ അവർ നമ്മുടെ ഫാമിലിയാണ്. ഫസ്റ്റ് ഇയർ ഒട്ട് ദേവ് പറയാതെ ഇപ്പൊ ഒരു കല്യാണം റീൽസിലൊക്കെ കാണാറില്ലേ, മറ്റേ പേപ്പർ തുറന്നിട്ട് പൊടിയൊക്കെ ഇങ്ങനെ ഊതി പ്രസം കറക്റ്റ് അത് തന്നെയാ. കാരണം 5-5.5 കൊല്ലം ദേവുദേ നാളെ കല്യാണം അങ്ങനെ. അതെ, അപ്പൊ ഹാപ്പി